ഇതിനകത്ത് പറഞ്ഞു വരുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഞാൻ അതിൻ്റെ ദുഃഖത്തിൻ്റെ ആഴം പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് വ്യാഖ്യാനിക്കുമ്പോൾ ഒരു പക്ഷേ അതായിരിക്കും കോടതിക്കും തോന്നിയിട്ടുണ്ടാവുക. ആ ഒരു വിലയിരുത്തലുകൾ ഒരു ഹർജിയിൽ ഉൾപ്പെടുമ്പോൾ ആ ഹർജി അംഗീകരിക്കേണ്ടതില്ല എന്ന് കോടതിക്ക് തോന്നിയിട്ടുണ്ടാവുക. ഒരു പക്ഷേ ആ കാരണങ്ങൾ കൊണ്ടായിരിക്കും. നിയമപരമായിട്ടുള്ള വശങ്ങൾ അതാണല്ലോ. അതിവൈകാരികത അതിനകത്ത് നമുക്ക് എവിഡൻസ് ആയിട്ട് എടുക്കാൻ കഴിയുകയില്ല. സ്വാഭാവികമായിട്ടും അത് പറയുമ്പോൾ അത്തരം ചില വശങ്ങൾ ഇതിൻ്റെ പുറത്തില്ലേ? പരിപൂർണമായിട്ട് സർക്കാരിനെ എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുന്നത്? ഞാനിതിനെ രാഷ്ട്രീയമായൊന്നും കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിതിനകത്ത് ആദ്യം തന്നെ ഒരു കാര്യം പറയുന്നു. ഇപ്പം വന്ദനാദാസിൻ്റെ അച്ഛൻ IMAക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. ഞാനൊരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ കേസിനെ കാണുന്നത് ഒരു ഡിഫൻസ് ലോയർ എന്നുള്ള നിലയിലായിരിക്കാം. പക്ഷേ ഒരു ഡിഫൻസ് ലോയർ എന്നുള്ള നിലയിൽ ഈ ചാർജ് ഷീറ്റിനെ ഞാൻ കാണുമ്പോൾ ഈ FIS മുതൽ, അതായത് ഒരു കേസിൻ്റെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്ന ആ സാഹചര്യം മുതൽ അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരെയുള്ള കാര്യങ്ങൾ എടുത്താൽ അതിനകത്ത് അടിമുടി ദുരൂഹതയാണ്. ഈ ചാർജ് ഷീറ്റ് കേരള പോലീസ് അന്വേഷിച്ചത് വെച്ചിട്ട് പ്രതിയെ ശിക്ഷിക്കാൻ കഴിയില്ല. അതൊരു കാര്യം. രണ്ടാമത്തത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ വിജയ ഹോസ്പിറ്റലിലെ ആയാലും കിംസ് ഹോസ്പിറ്റലിലെ ആയാലും ഒരു CCTV ദൃശ്യങ്ങൾ ഈ ഫൈനൽ റിപ്പോർട്ടിൻ്റെ കൂടെ പോലീസിന് ഹാജരാക്കാൻ കഴിയുകയോ അവിടെ നടന്ന ചികിത്സയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുകയോ ആ ചികിത്സ ഈ പറഞ്ഞ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും തൊട്ടടുത്തുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ 1 അല്ല 2 മെഡിക്കൽ കോളേജുകൾ പാസ് ചെയ്ത് ഒരു കിംസ് ഹോസ്പിറ്റലിലേക്ക് എത്താൻ ആരാണ് ഉപദേശിച്ചത്? അവിടെ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ആരുടെ നിർദ്ദേശപ്രകാരമാണ് പോയത്? ഇതിനൊന്നും കൃത്യമായ ഉത്തരം ചാർജ് ഷീറ്റിൽ പറയുന്നില്ല. പോലീസ് കണ്ടെത്തിയ ചാർജ് ഷീറ്റിൽ, അതായത് അവരുടെ ഫൈനൽ റിപ്പോർട്ടിൽ ഈ പ്രതി കുറ്റക്കാരനാണെന്നോ അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്ത കുറ്റകൃത്യത്തിനനുസരിച്ച് ശിക്ഷ കൊടുക്കാനോ കഴിയുന്ന തരത്തിലുള്ള അന്വേഷണമല്ല നടത്തിയിരിക്കുന്നത്. ചാർജ് ഷീറ്റുമായി ബന്ധപ്പെട്ടുള്ള ന്യൂനതകൾ നിങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് അത് കോടതിയിൽ കൃത്യമായ ഹർജിയിൽ അത് അറിയിക്കാൻ, അത് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അവിടെയാണ് എനിക്ക് പറയാനുള്ളത്. അവിടെയും ശരിക്കും ഈ പറഞ്ഞ കോടതിയിൽ വരുമ്പോഴും പോലീസ് അതിനെ ന്യായീകരിച്ചുകൊണ്ടും അതിനെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലുള്ള അടുത്ത കള്ളത്തരങ്ങൾ കൊണ്ടുവന്നിട്ട് മൊഴികളായിട്ട് പറയുകയാണ്. ഈ പറഞ്ഞ ചാർജ് ഷീറ്റിനെ മൊത്തത്തില് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേരള പോലീസ് DGP ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. ഒരു ക്യാമറ, ആ താലൂക്ക് ഹോസ്പിറ്റലിലെ ക്യാമറയുടെ ദൃശ്യങ്ങൾ 4 തരത്തിലാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ചാർജ് ഷീറ്റിനകത്ത്. പോലീസ് കണ്ടെത്തിയ കാര്യങ്ങളടക്കം പോലീസ് കണ്ടെത്തിയ 4 രീതിയിലാണ് ഒരു സംഭവത്തിന്. അരമണിക്കൂർ 40 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഓരോ സംഭവങ്ങളെ കുറിച്ചും വിവരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ അതിലേക്കൊന്നും കയറിപ്പോയി കഴിഞ്ഞിട്ട് ഈ കേസിനകത്തുള്ള ന്യൂനതകൾ ഞാനൊരു ഡിഫൻസ് ലോയർ എന്നുള്ള പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, അടിമുടി ദുരൂഹത. അത് തുടക്കം മുതൽ ഒടുക്കം വരെ അതിനകത്ത് ട്രീറ്റ്മെന്റിനകത്തുള്ള ദുരൂഹത, ഇതെല്ലാം കൃത്യമായി പുറത്തു കൊണ്ടുവരണമെങ്കിൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പോലീസാണല്ലോ. അതെ, അതിന്റെ പോലീസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് വ്യക്തമാണ്. IMA പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് അതൊരു അതിവൈകാരികമായിട്ടുള്ള ഒരു തലം മാത്രമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായി വരുന്നു. ഏകദേശം അങ്ങനെയല്ലേ വ്യാഖ്യാനിക്കേണ്ടത് അതിനെ? അത് തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊരു സാധാരണ സംഭവമല്ല. ആ കുടുംബത്തിനുണ്ടായ ആ സംഭവത്തിൽ ആ കുടുംബത്തോടൊപ്പം വേദനിക്കുന്ന സമൂഹത്തിലെ ഒരു നല്ല വിഭാഗം ആൾക്കാർക്ക് തോന്നണം ഇവിടെ ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി നടപ്പിലാക്കണം.